2025 ഉത്തർപ്രദേശിൽ മഹാകുംഭമേള നടക്കുകയുണ്ടായി. ഏതാണ്ട് അവിടെ 12,670 കോടി രൂപയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ആ കുംഭമേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലവാക്കിയത്. കുംഭമേളയ്ക്ക് ശേഷം കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡർ ഈ സംഘടന വ്യക്തമാക്കിയത് ഏതാണ്ട് 70. സുഹൃത്തുക്കളെ, ശോഭ ചേച്ചി BJPയുടെ ഒരു വലിയ നേതാവായിരുന്നു. ഏറെക്കാലമായിട്ട് ഒളിവിൽ എന്ന പോലൊക്കെ എവിടെയൊക്കെ ആയിരുന്നു. ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ട്. വന്ന സമയത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കുരുത്തക്കേട് ഉണ്ടാക്കണ്ടേ, ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണ്ടേ. അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മലപ്പുറത്ത് തിരുനാവായ മണപ്പുറത്ത് വെച്ചിട്ട് കുംഭമേളയ്ക്ക് സമാനമായ ഒരു മാഘമാസ ആഘോഷം നടക്കുന്നുണ്ട്. ഇത് കേരള കുംഭമേളയാണ് എന്ന രീതിയിലാണ് പ്രചാരം നടക്കുന്നത്. ശരിക്കുള്ള കുംഭമേള നടക്കുന്ന സ്ഥലത്തെ ഒരു ഗംഗ ആരതിയൊക്കെ ഒരു നിള ആരതിയായിട്ട് ഇവിടേക്ക് രൂപാന്തരം പ്രാപിക്കുകയും അതിൻ്റെ ഒരു വെച്ചുകെട്ടലും കാണിക്കലുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഗംഭീരമായിട്ടുള്ള ഒരു വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനത്രയ്ക്ക് പണം മുടക്കിയിട്ടുണ്ട്. ഏതോ 2 സംഘടനകളാണ് പണം മുടക്കിയെന്ന് പറയുന്നു. ഒന്ന് അമൃത, എൻ്റെ വേറെ ഒന്ന് പിന്നെ ഈ നാഗസന്യാസിമാരെ ഏതൊരു ഗ്രൂപ്പാണ് ഇതിനു വേണ്ടി പണം മുടക്കിയെന്നൊക്കെ പറയുന്നത്. ഇവന്മാർക്ക് എവിടെ നിന്ന് പണം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഞാനൊന്നും മിണ്ടുന്നില്ല. നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇവിടെ ശോഭ ചേച്ചി വന്നിരിക്കുന്നത് എന്തിനെന്ന് നമ്മൾ ചോദിച്ചു നോക്കണം. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഈ ഒരു മാഘമാസ അല്ലെങ്കിൽ കേരളത്തിലെ കുംഭമേള എന്ന് പറയുന്ന ഈ ഒരു കുംഭമേളയ്ക്ക് 5 പൈസ നൽകിയില്ല എന്ന് പറയുന്ന ഒരു സങ്കടം പറയാൻ വേണ്ടിയിട്ടാണ്. കേട്ടോ, 75,000 കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് പ്രയാഗ്രാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും നിരീക്ഷണത്തിൽ നടത്തപ്പെട്ടത് എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ടായി. അപ്പോൾ അവിടെ ഈ കുംഭമേള കഴിഞ്ഞതിന് ശേഷം ഉത്തർപ്രദേശിൽ വന്ന ആളുകൾ ചിലവാക്കിയിട്ടുള്ള പണം എന്ന് പറയുന്നത് 3 ലക്ഷം കോടി രൂപയാണ്. എന്നാൽ ഇന്ന് ഭൗതിക തലത്തിൽ യാതൊരു പ്രക്രിയകൾക്കും നേതൃത്വം കൊടുക്കാതെ കേരള ഗവൺമെന്റിന്റെ ഈ കേരളത്തിൽ ഇവിടെ തിരുനാവായയിൽ ഈ ഒരു മഹാമാഘ മഹോത്സവം നടക്കുമ്പോൾ വളരെ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണ് കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്, ദേവസ്വം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് ഏതൊരു വ്യക്തിക്കും നോക്കിയാൽ കാണാൻ സാധിക്കും. ഇന്ന് പല സ്ഥലത്തും തീർച്ചയായിട്ടും ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലേ ഇതെന്തോ ഗവൺമെന്റ് സ്പോൺസേഡ് പ്രോഗ്രാം ആയിരുന്നു എന്നൊക്കെ തോന്നിപ്പോകും. തീർച്ചയായിട്ടും ഇത് ഗവൺമെന്റ് സ്പോൺസേഡ് പ്രോഗ്രാം അല്ല, ഏതെങ്കിലും ദേവസ്വം ബോർഡിന്റെ സ്പോൺസേഡ് പ്രോഗ്രാം അല്ല. ഒരു ദിവസം വളരെ പെട്ടെന്ന് മാഘമാസത്തിലെ ഒരു പരിപാടികളൊക്കെ അവിടെ നടക്കാറുണ്ട്. വളരെ ചെറിയ കുഞ്ഞു പരിപാടികൾ. പെട്ടെന്ന് ഒരു ദിവസം അവിടെ ഒരു പാലം പണിയുന്നു. ആ പാലം പണിയുന്നത് അവിടേക്ക് ആളുകൾക്ക് നടന്നു കയറാനുള്ളതൊക്കെ അവർ പറയുന്നു. ഏകദേശം ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നു പറയുന്നു. സ്വാഭാവികമായിട്ടും ആ പാലത്തിൻ്റെ ബലം പരിശോധിക്കണമെന്നുള്ള ഒരു ആവശ്യമായിട്ട് കത്ത് കൊടുക്കുന്നു. എന്ത് തേങ്ങ മുട്ടുന്ന കത്ത് കിട്ടിയാലും ഞങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു. ചില സന്യാസിമാർ എന്ന് പറയപ്പെടുന്ന താടി മുടിയൊക്കെ നീട്ടി വളർത്തിയ ആളുകൾ, കാഷായ വസ്ത്രം ധരിച്ച ആളുകളൊക്കെ മലപ്പുറം ജില്ല ഒരു മാപ്പിളയുടെയും സ്വന്തമല്ല, ഒരു ബാപ്പാൻ്റെ സ്വന്തമല്ല, ആരൊക്കെ തടുത്താലും ഞങ്ങൾ മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള വർഗീയ വർത്തമാനങ്ങളൊക്കെ പറയുന്നു. എന്തായാലും പ്രോഗ്രാം തുടങ്ങി. ഗംഭീരമായിട്ടുള്ള ഒരു ആളുകളാണ് അവിടേക്ക് വന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലക്ഷക്കണക്കിനാണ് ആ ഒരു പുഴയോരത്ത് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഭാഗമായിട്ട് നാട്ടുകാർക്ക് പലർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ, നമ്മുടെ ആരതിയും അതുപോലെ ഗംഗ ആരതിയും ഈ മഹാകുംഭമേളയൊക്കെ നടന്ന ആ സ്ഥലത്തെ നദികളുടെ അവസ്ഥ പലപ്പോഴും ഇത് കഴിഞ്ഞതിന് ശേഷം പരിതാപകരമാണ്. ഭീകരമായിട്ട് അവിടുത്തെ വെള്ളം ഒരു വസ്തു പോലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടുത്തെ ജലം നശിച്ചുപോയി, നദി നശിച്ചുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും കേരളത്തിലും ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ള ഒരു സംശയത്തിന് പുറത്ത് പല ആളുകളൊക്കെ അതിനെ എതിർക്കുകയും മറ്റൊക്കെ ചെയ്തിരുന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ എതിർത്തരെ മുഴുവൻ മാപ്പിളാരാണ് എതിർത്തത് അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് എതിർത്തത് എന്നുള്ള വർത്തമാനം പറയരുത്. അവർ ഈ ഒരു പരിപാടിക്ക് നിന്നിട്ടില്ല എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ ഇവരെ സഹായിക്കാം എന്നത് മാത്രമാണ് അവർ നോക്കിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇനി കേരള ഗവൺമെന്റ് നേരിട്ടിട്ട് ഈ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. കേരള ഗവൺമെന്റ് നേരിട്ടിട്ട് ഈ പരിപാടി സ്പോൺസർ ചെയ്യണം, ഇവിടുത്തെ
മറ്റു എല്ലാ ആളുകളും ഇതിലേക്ക് എത്തണം എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സംഘികൾ സ്പോൺസർ ചെയ്യുന്ന പരിപാടിക്ക് ലെഫ്റ്റ് ഗവൺമെൻറ് എന്തിന് ഇടപെടണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കൺഫ്യൂഷനാണ് കേട്ടോ. എന്തായാലും ഉണ്ടാവില്ല, നമുക്ക് വളരെ വൃത്തിയായിട്ട് അറിയാം. കാരണം ഞങ്ങളായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് വേണ്ടാത്തൊരു പ്രസക്തി ഉണ്ടാക്കി കൊടുക്കണ്ട എന്ന് തന്നെയായിരിക്കും ഇവർ തീരുമാനിക്കുന്നതായിരിക്കും. ഇനി ഇടപെട്ടാൽ തന്നെ എങ്ങനെയെങ്കിലും അത് നെഗറ്റീവായിട്ട് ഇടപെട്ടു എന്ന് വാർത്ത പരത്തുകയും ഒരു കുറ്റവും ചെയ്യാത്ത, ഒരു തരത്തിലും ഇടപെടാത്ത കമ്മ്യൂണിസ്റ്റുകാരെ നെഞ്ചത്തേക്ക് ഇവന്മാർ കയറുകയും ചെയ്യും. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടായിരിക്കണം ഇവർ ഏറെ കാലമായിട്ട് നിശബ്ദമാണ്. മലപ്പുറം ജില്ലയിലെ മുസ്ലിം ജനസാമാന്യത്തിന്റെ ഭാഗത്തു നിന്ന് അതീവ സ്നേഹവും അതീവമായിട്ടുള്ള സൗഹാർദ്ദവും ഈ മേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മഹാമാഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിച്ചു. ഓരോ വ്യക്തി സത്യം പറഞ്ഞു കഴിഞ്ഞാലേ, ഈ മേള തുടങ്ങുന്ന സമയത്ത് തന്നെ ഏതോ ഒരു സന്യാസി പറഞ്ഞത് ഒരു ബാപ്പയുടെ സ്വത്തല്ല മലപ്പുറം എന്ന രീതിയിലൊക്കെ ഇരുന്ന് തുടക്കം. ഇപ്പൊ എന്തായാലും അവസാനിക്കുന്ന സമയത്ത് ഇവിടെ ഇനിയിപ്പോ ഇലക്ഷൻ വരാൻ പോവല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ടും മുസ്ലിം ജനതയെ കൂട്ടുപിടിക്കണം എന്നുള്ളതാണ്. മുസ്ലിം ജനതയെ ഒന്നിച്ച് പിടിക്കണം. ഇവർ പറഞ്ഞ 100% സത്യമാണ്. അവിടുത്തെ മുസ്ലിം ജനത ഏറ്റവും നന്നായിട്ട് സ്നേഹിച്ച് തന്നെയാണ് അവിടേക്ക് വരുന്ന ആളുകളൊക്കെ സ്വീകരിച്ചത്. ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് ആ പ്രദേശത്തുള്ള മുസ്ലിം ജനത തന്നെയാണ്. ഇവർ എപ്പോഴെങ്കിലൊക്കെ അത് തിരിച്ചറിയുന്നുണ്ടല്ലോ എന്നുള്ളത് വലിയ സന്തോഷമാണ്. വീടുകളിൽ അവർ ഇവിടേക്ക് വരുന്ന ആളുകളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ഭക്ഷണം അത് നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് പ്രത്യേകം ആചാര അനുഷ്ഠാനങ്ങളുണ്ടോ എന്ന് ചോദിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ വരുന്നവരുമായി ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് 270 വർഷത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ നമുക്കെല്ലാം കാണാൻ സാധിക്കുന്ന ഈ മഹാമാഘത്തിനെ ഹൃദയപൂർവ്വം വരവേൽക്കാൻ ഇവിടുത്തെ ജനത തയ്യാറായിട്ടും കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അതീവ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്നാൽ ഇത് ശോഭ ചേച്ചി ആയതുകൊണ്ട്, BJP ആയതുകൊണ്ടും എങ്ങനെയെങ്കിലും പിണറായി വിജയനെ ഒപ്പം തന്നെ ഈ ഒരു ലെഫ്റ്റ് ഗവൺമെന്റിനെ കുറ്റം പറയുക. ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകളെ വോട്ട് ശതമാനമാക്കി മാറ്റിക്കൊണ്ട് എങ്ങനെയെങ്കിലും അടുത്തൊരു നിയമസഭാ ഇലക്ഷനിൽ ഹിന്ദുക്കളെ വോട്ട് മുഴുവൻ ഏകീകരിക്കുക. അങ്ങനെ ഇപ്പോൾ മുസ്ലിങ്ങളൊക്കെ അവർ ഒന്നിച്ചു പിടിച്ചു കഴിഞ്ഞു. ഈ ഒരൊറ്റ വാക്കോടുകൂടി മുസ്ലിങ്ങളൊക്കെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞു. മുസ്ലിങ്ങളൊക്കെ ഞങ്ങൾക്ക് വളരെ സ്നേഹത്തോടെയുള്ള സഹകരണം തുടങ്ങിയത്. പക്ഷേ കേരള ഗവൺമെൻറ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ കേരള ഗവൺമെൻറ് ലെഫ്റ്റ് ഗവൺമെൻറ്റാണ്. അപ്പോൾ അവർ ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഈ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് തോന്നണം കേരള ഗവൺമെൻറ് ഹിന്ദുക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ തോന്നിപ്പിക്കണം. അത് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നോക്കൂ, ഇന്ന് നാളോട് കൂടിയിട്ട് ഈ പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഈ മാഘ മഹോത്സവം അവസാനിപ്പിക്കുമ്പോഴേക്കും ഇവിടേക്ക് അതിൻ്റെ BJPക്കാരുടെ ഇടപെടലിൽ ഉണ്ടാവുന്നു. ശക്തമായ ഇത്തരം വാക്കുകളൊക്കെ പുറത്തു വരുന്നു. ഇത് സ്വാഭാവികമൊന്നുമല്ല. ഇതൊക്കെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള അറ്റാക്ക് മാത്രമാണെന്നൊക്കെ വിചാരിക്കേണ്ടി വരും. കാരണം ഇത് അവസാനിക്കുമ്പോഴേക്കും പതുക്കെ ഹിന്ദുക്കളെ ഒരു തരത്തിലുമുള്ള ഒരു പരിഗണന ഹിന്ദുക്കൾക്ക് ഈ ഒരു ലെഫ്റ്റ് ഗവൺമെൻറ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് അടുത്ത ഇലക്ഷൻ വരുമ്പോഴേക്കും ഇവരെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ആട്ടിപ്പായിപ്പിക്കുകയാണ് ഹിന്ദുക്കളെല്ലാവരും കൂടി ചെയ്യേണ്ടത് എന്ന് പറയുന്നൊരു സൂചനയാണ് ഈ ഒരു സ്ത്രീ മെല്ലെ മെല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അവരെ മാത്രം സ്വന്തം വാക്കുകളായിട്ട് ആരും തെറ്റിദ്ധരിക്കുന്നു വേണ്ട. അതെല്ലാം അവരുടെ പ്ലാൻഡ് വാക്കുകളാണെന്നൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. Bye-bye.